ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇറ്റ്സ് മീ ഹോമോ സാപ്പിയൻ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ BS4 ഡ്യൂക്ക് 390 കുറിച്ചിട്ടാണ്. മെയിനായിട്ട് നമ്മൾ റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്, കാരണം വണ്ടി ഇറങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 8 വർഷത്തോളമായി. അപ്പോൾ ഇനി റിവ്യൂ പറയുന്നതിൽ ഒരു അർത്ഥമില്ല, കാരണം ഓൾ ന്യൂ Gen 3 വണ്ടി വരെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ഈ ഒരു BS4 എടുക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ എടുക്കുന്ന വെർത്താണോ, എത്ര രൂപയ്ക്കുണ്ട്, അല്ലെങ്കിൽ എടുത്ത പണികൾ കിട്ടുമോ എന്നൊക്കെ ഉള്ള കോമൺ ഡൗട്ട് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ 2024 എന്തുകൊണ്ട് ഈ ഒരു വണ്ടി എടുക്കുക എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. കാരണം നമ്മുടെ പഴയ BS3 ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ നമ്മളതിൽ BS3 RC ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ RC ആ ഒരു ടൈമിലൊക്കെ ഉണ്ടായിരുന്ന ഡ്യൂക്ക് കാര്യങ്ങൾക്കെല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും സെയിം ആയിരുന്നു. കാരണം ABS ഇല്ല, പിന്നെന്താ പറയുക, TFT ഡിസ്പ്ലേയോ അല്ലെങ്കിൽ അങ്ങനെ അഡ്വാൻസ് ആയിട്ട് ഒന്നുമില്ല. വെറും ഒരു റോ മെഷീൻ വിത്ത് റോ എൻജിൻ, ആ ഒരു മോഡലായിരുന്നു BS3 എന്ന് പറയുന്നത്. അതായത് BS4 ഇറങ്ങിയ സമയത്ത് RCയിലെ ലുക്ക് വൈസ് ഒന്നും വലിയ ചേഞ്ച് വന്നിട്ടില്ല. നമുക്ക് റീസെൻ്റ്ലി നിലവിലിപ്പോൾ ഉള്ള RCയിൽ മാത്രമാണ് ഒരു ലുക്കിലൊരു ചേഞ്ച് വന്നിട്ടുള്ളൂ. പക്ഷേ ഡ്യൂക്കിലാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലുക്ക് വൈസ് ചേഞ്ച് വന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ചേഞ്ച് വന്നൊരു മോഡലാണ് ഈ ഒരു മോഡലെന്ന് പറഞ്ഞാൽ. ഈ ഒരു മോഡൽ ഇറങ്ങിയ സമയത്ത് അതുവരെ നമുക്ക് ഡ്യൂക്ക് ഓക്കെ വണ്ടി കൊള്ളാം, പക്ഷേ ഒരു ലുക്ക് വൈസ് ഒരു കിടിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു. RC നല്ല ലുക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു, പക്ഷേ ഡ്യൂക്കിനെ സംബന്ധിച്ചൊരു ലുക്കിൻ്റെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു. അപ്പോഴാണ് KTM ഇന്ത്യയിൽ ഈ ഒരു മോഡൽ അവതരിപ്പിച്ചത്. ഇതെന്ന് പറഞ്ഞാൽ ലുക്കിൻ്റെ കാര്യത്തിൽ ലുക്കുണ്ട്, ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഫീച്ചേഴ്സ്, പവറിൻ്റെ കാര്യത്തിൽ പവർ, അങ്ങനെ എല്ലാം കൂടെ ഒത്തൊഴുങ്ങിയ ഒരു വണ്ടിയായിരുന്നു ഈ ഒരു മോഡൽ BS4 ഡ്യൂക്ക് 390 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വന്നതിൽ ഇതിൽ സ്വിച്ചബിൾ ABS ആണ്, നമുക്ക് ഓണും ഓഫും ആക്കാനുള്ള ഫീച്ചറുണ്ട്, ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്, പിന്നെ നല്ല അടിപൊളി ഒരു TFT ഡിസ്പ്ലേ വരുന്നുണ്ട്. നമുക്കൊരു റീസണബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് കിട്ടുവാണെങ്കിൽ ഇപ്പോഴും സ്റ്റിൽ ഈ ഒരു വണ്ടി KTMൽ ഏത് വണ്ടി വെർത്ത്, അത് ഇതുവരെ ഇറങ്ങിയ വണ്ടിയിൽ ഏത് വണ്ടിയാണ് ഇപ്പോൾ എടുക്കാൻ പറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ ഒരു മോഡൽ 390 ആണെന്ന് ഞാൻ പറയും. കാരണം പവറിന് പവർ, ഫീച്ചേഴ്സിന് ഫീച്ചേഴ്സ് എല്ലാം കൂടെ ഒത്തൊരുങ്ങിയ ഒരു വണ്ടിയാണ് ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ. അതായത് നമുക്ക് BS3 ഈ ഒരു ഇടയ്ക്കൊരു ടൈം വരെ എന്ന് പറയുമ്പോൾ BS3ക്ക് ഭയങ്കര ഒരു ഡിമാൻഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ആ ഒരു BS3യുടെ ഒരു ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഇപ്പം കുറഞ്ഞിട്ട് ഇപ്പം കുറച്ചുകൂടി ട്രെൻഡ് എനിക്ക് തോന്നുന്നു BS4 അല്ലെങ്കിൽ ആൾക്കാർ കുറച്ചുകൂടി BS6 എടുക്കാൻ തുടങ്ങി. കാരണം ആ ഒരു ടൈമിൽ നമ്മൾ റോ പവറിൻ്റെ പുറകെ മാത്രമായിരുന്നു. ഇപ്പം ആൾക്കാർ പവറും റിലയബിലിറ്റിയും കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം റിലയബിളുമാണ്, എന്നാൽ നമുക്ക് BS3 കിട്ടുന്ന ആ ഒരു റോ പവറും കാര്യങ്ങളും കിട്ടും. ഫുള്ളി റിലയബിൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ BS6 മോഡൽ അവൈലബിൾ ആണ്. BS6 വരുമ്പോൾ എന്തൊക്കെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വണ്ടി ലുക്ക് കാര്യങ്ങളൊക്കെ സെയിം ആണ്. നമ്മൾ എക്സോസ്റ്റ് പൈപ്പ് അടി കൂടെ ആയിരിക്കും പോകുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് കാലിൽ ചൂടടിക്കുക കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഹമ്പും കാര്യങ്ങളൊക്കെ കയറുമ്പോൾ അടി തട്ടാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു മോഡലിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ട പവറും ഈ പറഞ്ഞ റിലയബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുമ്പോൾ മൈലേജാണ്. മൈലേജ് എന്ന് പറയുമ്പോൾ KTMൻ്റെ ബൈക്സിനെ സംബന്ധിച്ച് മൈലേജ് നോക്കിയല്ല ആരും വണ്ടി എടുക്കുന്നത്. എന്നാലും നമ്മളൊരു മൈലേജ് പറയുമ്പോൾ BS6നെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ കുറവാണ് BS4ൻ്റെ മൈലേജ് എന്ന് പറയുമ്പോൾ. നമുക്കൊരു 20 അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ മാക്സിമം ഒരു 22 ആ റേഞ്ച് മാത്രം കണക്കാക്കിയാൽ മതി BS4 എടുക്കുമ്പോൾ. പക്ഷേ BS6ൽ വന്നിട്ട് യൂസർ റിവ്യൂസ് കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ ഒരു 25 അല്ലെങ്കിൽ 28 വരെയൊക്കെ കിട്ടുന്നവരുണ്ടെന്നാണ് BS6ൻ്റെ കേസിൽ പറയുന്നത്. ഈ ഒരു വണ്ടി നിങ്ങൾക്ക് പവർ കാര്യങ്ങൾ ഇപ്പോഴത്തെ വണ്ടിയോട് കിടപിടിച്ച് നിൽക്കുന്ന ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ധൈര്യമായിട്ട് തന്നെ ഈ ഒരു വണ്ടി എടുക്കാം. പിന്നെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മാക്സിമം ഇൻസ്പെക്റ്റ് ചെയ്തിട്ട് എടുക്കാം. അതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് നമുക്ക് നല്ലൊരു വിലയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴും 100% ധൈര്യമായിട്ട് എടുക്കാം. വണ്ടി പക്കാ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. പിന്നെ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മോഡലിൽ KTM BS3 കഴിഞ്ഞ് ഇതിറങ്ങിയപ്പം സൗണ്ട് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുമ്പോൾ സൗണ്ടായിരുന്നു.
അപ്പോൾ ഒരുപാട് ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ DB കില്ലർ റിമൂവ് ചെയ്തിട്ട് സൗണ്ട് ഉണ്ടാക്കിയ ഏർപ്പാടുകളുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും മൈലേജ് നല്ല രീതിയിൽ ഡ്രോപ്പ് ആവും. അപ്പോൾ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഈ പറഞ്ഞ DB കില്ലർ റിമൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അവരെയൊന്ന് സ്റ്റോക്ക് എക്സോസ്റ്റ് വാങ്ങിച്ച് വെക്കാൻ നോക്കുക. കാരണം ഓൾറെഡി ഇത് മൈലേജ് കുറവാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇതേപോലത്തെ പരിപാടിയും കൂടെ കാണിച്ച് കഴിഞ്ഞാൽ ഒട്ടുമേ മൈലേജ് കിട്ടൂല. കാരണം നമ്മൾ വണ്ടി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാനാണ്. പിന്നെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മെയിൻ്റെനൻസിനെ പറ്റിയിട്ടാണ്. വണ്ടിയുടെ മെയിൻ്റെനൻസിനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു 4000 ആ റേഞ്ചിലേക്ക് വരുള്ളൂ. പിന്നെ നമുക്ക് സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ 200-നും 390 ഓൾമോസ്റ്റ് സെയിം ആണ്. ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ റേറ്റിൽ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അല്ലാതെ ഭയങ്കര ഇതൊന്നുമില്ല. പിന്നെ ഈ TFT ഡിസ്പ്ലേ പോലുള്ള സാധനങ്ങളൊക്കെ അടിച്ച് പോയി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. പിന്നെ നമ്മൾ പഴയ KTM ബൈക്സിന് പ്രശ്നം വരുന്ന പോലെ അത്രത്തോളം വെള്ളം ഇറങ്ങി പ്രശ്നമില്ല. എന്നാലും ഇതിനും ഈ പറഞ്ഞ പോലെ മഴയത്ത് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അടിച്ചു പോകാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. പക്ഷേ BS6 കുറച്ചുകൂടി അവർ കംപ്ലൈൻ്റൊക്കെ ഓവർകം ചെയ്താണ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത് പറയാനുള്ളത് 2024 ഈ ഒരു മോഡൽ നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 2 ഓപ്ഷനാണ്. ഒന്നുകിൽ BS4 അല്ലെങ്കിൽ BS6. BS6 ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പുതിയ വണ്ടി കിട്ടും. കുറച്ചുകൂടി എന്താ പറയുക, ഒരു റിലയബിൾ ആയിട്ടുള്ളൊരു ബൈക്കായിരിക്കും. ഫീച്ചേഴ്സ് കുറച്ചൊക്കെ കൂടുതലായിരിക്കും, റേറ്റും കൂടുതലായിരിക്കും. പക്ഷേ ഒരു BS4 പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പവർ, ഫീച്ചർ കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ ഈ മൈലേജിൻ്റെ ഒരു നെഗറ്റീവ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വണ്ടി സൂപ്പറാണ്. ഇപ്പം ബ്രേക്കിങ്ങിൻ്റെ കേസായാലും ബ്രേക്കിങ്ങിൻ്റെയൊക്കെ ഈ ഡിസ്ക് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. വണ്ടി വെർത്താണ്. നമുക്കിപ്പോൾ മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 2 ലക്ഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 ലക്ഷം ആ റേഞ്ചിലൊക്കെ നമുക്ക് ഈ ഒരു വണ്ടി കിട്ടും. നല്ല നീറ്റ് വണ്ടി. പക്ഷേ നമുക്കൊരു പുതിയ മോഡലിലോട്ട് പോകുമ്പോൾ എനിക്ക് 3-4 ലക്ഷം രൂപ വില ഉണ്ട്. അതുപോലെ പിന്നെ ആ വില വരുന്നതിനുള്ള ഫീച്ചേഴ്സ് അതിലുണ്ട്, അത് വേറൊരു സത്യം. പക്ഷേ നമുക്ക് പൊളിക്കാൻ നമ്മൾ ആ ഒരു പവറിൻ്റെ ഒരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ ഈ വണ്ടി തന്നെ ധാരാളമാണ്. നമ്മളെ ഈ ഇന്ത്യൻ റോഡിൽ അല്ലെങ്കിൽ ഗ്യാസ് റോഡിൽ ഇതിൻ്റെ പവർ തന്നെ ധാരാളമാണ്. നമുക്ക് +2 കഴിഞ്ഞൊക്കെ ഒരുപാട് പേര് ഇങ്ങനത്തെ ബൈക്കുകൾ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഉള്ളവരുടെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പം വണ്ടി ഭയങ്കര പവർഫുള്ളാണ്. അപ്പം നമ്മളെ കയ്യിൽ നമുക്ക് മരിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എടുത്ത് ഉപയോഗിക്കാവൂ. അല്ലാതെ നമ്മൾ വീട്ടിലെ പൂച്ചയെ കളിപ്പിച്ചിട്ട് പോയി കാട്ടിലെ സിംഹത്തിനെ പോയി മരിക്കും പോലെ മരിക്കാൻ നടക്കൂല. അതെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഈവൻ 200 RC യൂസ് ചെയ്തിരുന്ന ഞാനാണെങ്കിൽ പോലും എനിക്ക് ഒരു ദിവസം പെട്ടെന്ന് കയറിയിരുന്നതിൽ കഷ്ടത്തൊന്നും കാണിക്കാൻ പറ്റൂല. വണ്ടി നമ്മളെ കയ്യിൽ ഇണങ്ങാൻ കുറേ ടൈം എടുക്കും. ആ ടൈമിൽ നമ്മൾ മാക്സിമം വണ്ടിയായിട്ട് ഇടപഴകി നമ്മളായിട്ട് ഒന്ന് സിങ്ക് ആയതിന് ശേഷം മാത്രമേ പൊളിക്കണമെന്നുള്ളവർക്ക് പൊളിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാവും. 8 വർഷം RC ഉപയോഗിച്ചിട്ട് കൊടുത്ത് ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് ഇനി അടുത്ത ഏത് ബൈക്കാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് പോലെ ഒരു KTM യൂസർ ഒരിക്കലും KTM ബ്രാൻഡ് വിട്ട് വേറെ ഒരു ബൈക്കിലും പോകത്തില്ല എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ. കാരണം നമുക്ക് KTMൽ കിട്ടുന്ന ആ ഒരു പവറും ഫീലും ഒന്നും വേറെ ഒരു വണ്ടി ഓടിച്ചതിന് നമുക്ക് കിട്ടത്തില്ല സോഫാർ ഇതുവരെ. ഇനി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത് ഏത് വണ്ടി എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്യുന്ന വണ്ടി ഇതാണ്, BS4 ഡ്യൂക്ക്. കാരണം പവർ നമുക്ക് അതിൽ നിന്ന് വരുന്ന അനുസരിച്ചിട്ടുള്ള ഒരു അപ്ഗ്രേഡും ആണ്, പവറും ഉണ്ട്. KTM എന്ന് പറയുമ്പോൾ ആ ഒരു എൻവയോൺമെൻറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് KTM ബൈക്സിനോടായിരിക്കും കൂടുതൽ താല്പര്യം. അതേപോലെയാണ് എനിക്ക് KTM ബൈക്സിനോടാണ് കൂടുതൽ താല്പര്യം. പിന്നെ ഓല എടുത്തതെന്ന് വെച്ചാൽ നമ്മളെ കാരണമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി ഓഫീസിൽ പോകാൻ 80 കിലോമീറ്റേഴ്സ് ഒന്നും നമുക്ക് ഒരിക്കലും ട്രെയിനിങ് കൊണ്ട് പോകാൻ പറ്റത്തില്ല. ഹീറ്റിംഗ് ഇഷ്യൂ, മൈലേജിൻ്റെ ഇഷ്യൂ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള യൂസിന് നമുക്ക് ഓല ബെറ്റർ. അത് നമുക്കിപ്പോൾ ഒരു ട്രിപ്പ് പോകാൻ അല്ലെങ്കിൽ ഒരു ഔട്ടിങ്ങിന് പോകാനൊക്കെ ഇതേപോലൊരു ഇട്ടുക. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺ ബൈ സൂപ്പർ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ടും കൂടെ കേട്ട് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വണ്ടിയുടെ DB റിമൂവ് ചെയ്തിട്ടുള്ളതാണ്. 10 ലൗഡായിരിക്കും. നമുക്ക് കേട്ടോ.